ബച്പൻ ബച്ചാവോ ആന്തോളൻ ബാലവേല തടയുന്നതിനും കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി ഇന്ത്യയിൽ ആരംഭിച്ച ഒരു സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. 1980-ൽ കൈലാഷ് സത്യാർത്ഥി എന്ന വ്യക്തിയാണ് ഈ സംഘടന സ്ഥാപിച്ചത്. ഇന്ത്യയിൽ റെഗ്മാർക്ക് മുദ്ര നിലവിൽ വരാൻ കാരണക്കാരനായ വ്യക്തി കൂടിയാണ് കൈലാഷ് സത്യാർത്ഥി. ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ സമയത്ത് ബാലവേല നടന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന മുദ്രയാണ് റെഗ്മാർക്ക് മുദ്ര. നിലവിൽ റെഗ്മാർക്ക് അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. കൂടാതെ ബച്പൻ ബച്ചാവോ ആന്തോളൻ ബാലവേല വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കുവാനും മനുഷ്യക്കടത്ത് തടയുവാനും കാരണക്കാരാവുകയാണ് ചെയ്തത്. ഈ സംഘടന ബാലവേല ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി രാജസ്ഥാനിൽ സ്ഥാപിച്ച പുനരധിവാസ കേന്ദ്രം അറിയപ്പെടുന്ന പേരാണ് ബാല ആശ്രമം. 1993-ൽ ബീഹാർ മുതൽ ഡൽഹി വരെ ആദ്യമായി ഒരു ബാലവേലയ്ക്കെതിരായിട്ടൊരു ക്യാമ്പയിൻ മാർച്ച് സംഘടിപ്പിച്ചതും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയാണ്. എന്നാൽ 1998-ലാണ് ബാലവേലയ്ക്കെതിരെയുള്ള ഒരു ചരിത്രപരമായ ഗ്ലോബൽ മാർച്ച് നടന്നത്. 80,000-ലധികം ദൈർഘ്യമുള്ള ഈ ഗ്ലോബൽ മാർച്ച് 103 രാജ്യങ്ങളും കടന്ന് ബഹുജന പങ്കാളിത്തത്തിൽ വളരെയധികം ലോക നേതാക്കളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഉണ്ടായത്. കൂടാതെ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയാണ് ബാല സൗഹൃദ ഗ്രാമങ്ങൾ എന്ന ആശയത്തിന് കാരണമായതും. ഈ സംഘടനയുടെ പിറവിക്ക് കാരണമായ കൈലാഷ് സത്യാർത്ഥിക്ക് 2014-ൽ ആദരസൂചകമായി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയാണ് ഉണ്ടായത്. കൂടാതെ കൈലാഷ് സത്യാർത്ഥിയുടെ പ്രശസ്തമായ പുസ്തകമാണ് COVID-19 ക്രൈസിസ് ഓഫ് സിവിലൈസേഷൻ ആൻഡ് സൊല്യൂഷൻ. 2014-ൽ കൈലാഷ് സത്യാർത്ഥിയുമായി സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് പങ്കിട്ട വ്യക്തി ആരെന്നറിയാമോ? കമന്റ് ചെയ്യൂ.